നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ മത്സരത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായിട്ട് ഏറ്റുമുട്ടുന്നത് നാളെയാണ്. നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ടും മറ്റന്നാൾ പുലർച്ചെ 12:30 ആ കളിക്ക് മുന്നോടിയായിട്ട് കാൻസാസ് സിറ്റിയിലെ തങ്ങളുടെ ബേസിലെ അവസാന ട്രെയിനിങ് സെഷനും കഴിഞ്ഞ് അർജന്റീന അറ്റ്ലാന്റയിലേക്ക് യാത്ര ആയി. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, കാൻസാസ് സിറ്റിയാണ് അർജന്റീനയുടെ വേൾഡ് കപ്പിലെ ഇതുവരെയുള്ള ബേസ് ആയിട്ടുണ്ടായിരുന്നത്. ഇനി കാൻസാസ് സിറ്റിയിലേക്കുള്ള ഒരു മടങ്ങി വരവില്ല. കളി ജയിക്കുകയാണെങ്കിൽ, സെമി ഫൈനൽ മത്സരം അറ്റ്ലാന്റയിൽ ജയിക്കുകയാണെങ്കിൽ ടീം നേരെ ന്യൂയോർക്കിലേക്ക് ഫൈനൽ മത്സരം കളിക്കാൻ വേണ്ടി പോകും. അതല്ലെങ്കിൽ മയാമിയിലേക്ക് 3-ാം സ്ഥാനത്തിനുള്ള മത്സരം കളിക്കാൻ വേണ്ടി പോകും. ചുരുക്കത്തിൽ അവരുടെ അവസാന ട്രെയിനിങ് സെഷനാണ് ഇന്നലെ അവിടെ കഴിഞ്ഞിരിക്കുന്നത്. ചോദ്യം ഇതാണ്, ഇംഗ്ലണ്ടിനെതിരെ ഏത് തരത്തിലുള്ള ടീമും കൊണ്ടിറങ്ങും സ്കലോനി എന്നതാണ് ചോദ്യം. ഇപ്പം കാസ്നഡൂലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഫോർമേഷനിൽ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട് എന്നാണ്. ഇംഗ്ലണ്ടിനെ നേരിടുമ്പോൾ അവരുടെ ടീമിനെതിരെ കളിക്കാൻ ഉതകുന്ന തരത്തിൽ ഫോർമേഷനിൽ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട് എന്നാണ് ഗാസ്നഡൂലിൻ്റെ റിപ്പോർട്ട്. പക്ഷേ ഇന്നലത്തെ ട്രെയിനിങ് സെഷനിൽ എങ്ങനെയായിരിക്കും പ്ലേയിങ് 11 എന്നതിനെക്കുറിച്ച് ഒരു ഹിൻറ്റും ലയണൽ സ്കലോനി തന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്ലേയേഴ്സ് ആദ്യം ലൈറ്റ് വാമപ്പ് വർക്കുകളൊക്കെ ചെയ്തു. അതിനുശേഷം ഡ്രില്ലുകളും അതുപോലെ മറ്റ് ചെറിയ ഗെയിമുകളൊക്കെ കളിച്ചിട്ടാണ് ടാക്റ്റിക്കലായിട്ടുള്ള വശങ്ങളിലേക്ക് കടന്നത്. അപ്പം ഓപ്പൺ ട്രെയിനിങ് സെഷൻ ഉണ്ടായിരുന്ന സമയത്തുള്ള വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു സൂചനയും എങ്ങനെയായിരിക്കും 11 എന്നുള്ളതിന് കോച്ച് കൊടുത്തിട്ടില്ല. എന്നാൽ TYC സ്പോർട്സ് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന കാര്യം, പ്രധാനമായും 2 മാറ്റങ്ങൾക്കുള്ള സാധ്യതയാണ് കാണുന്നത്. ഇത് ഉറപ്പുള്ള മാറ്റങ്ങളല്ല, പക്ഷേ കോച്ച് ടീം റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ 2 മാറ്റങ്ങൾക്കുള്ള സാധ്യതയാണ് കാണുന്നത്. ടീമിൻ്റെ മധ്യനിരയിൽ ലിയാൻഡ്രോ പെരേഡസ് മികച്ച പ്രകടനം നടത്തുന്നു. അദ്ദേഹത്തിന് പക്ഷേ കഴിഞ്ഞ കളിയിൽ ഒരു ക്രാമ്പിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ബട്ട് അദ്ദേഹം ഓക്കെയാണ്, അദ്ദേഹം കളിക്കും. എന്നാൽ മറ്റ് മധ്യനിര താരങ്ങൾ അത്ര ഒരു മികച്ച പ്രകടനം നടത്തുന്നില്ല എന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ അർജന്റീൻ കോച്ചിങ് സ്റ്റാഫിനുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ വേണമെങ്കിൽ ഒരു മാറ്റം സംഭവിക്കാം. അലക്സിസ് മാക്കലിസ്റ്ററിന് പകരം നിക്കോളാസ് ഗോൺസാലസ് എത്താനുള്ളൊരു സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ട് TYC സ്പോർട്സ് പുറത്തുവിടുന്നു. അതോടൊപ്പം തന്നെ നാഹുൽ മോളിനെ മാറ്റി ഗോൺസാലോ മുണ്ടീലിനെ കളിപ്പിച്ചേക്കും സ്റ്റാർട്ടിംഗ് 11 എന്നുള്ളൊരു സൂചനയും വരുന്നു. ഈ 2 മാറ്റങ്ങൾക്ക് മാത്രമാണ് നിലവിൽ സാധ്യത കാണുന്നത്. മറ്റു മാറ്റങ്ങൾ ഉണ്ടായേക്കില്ല എന്നാണ് വിവരം. അതും പൂർണ്ണമായി ഉറപ്പില്ല. ഇന്ന് സ്കലോനി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതോടുകൂടി കൂടുതൽ വ്യക്തത വരും എന്നുകൂടി അവർ റിപ്പോർട്ട് ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ, സ്കലോനി ഇത്തരം മത്സരങ്ങളിൽ 11 വളരെ സീക്രട്ടായി വെക്കുകയും അവസാന ഘട്ടത്തിൽ മാത്രമാണ് താരങ്ങളോട് പോലും പറയാറുള്ളത്. അതായത് അവസാനത്തെ ടീം ടോക്കിൽ മാത്രമാണ് താരങ്ങളോട് ആരൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് സ്കലോനി പറയാറുള്ളത്. അതേ രീതിയിൽ തന്നെ അദ്ദേഹം കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. എന്തായാലും 2 മാറ്റങ്ങൾക്ക് സാധ്യത. അത് അലക്സിസ് മാക്കലിസ്റ്റർക്ക് പകരം നിക്കോളാസ് ഗോൺസാലസും അതുപോലെ മോളിനയ്ക്ക് പകരം മൊണ്ടിയിലും കളിക്കാനുള്ള സാധ്യത കാണുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.